ഭാമേ, ദേ ശ്രുതിക്ക് കിട്ടിയത് കണ്ടില്ലേ, കോടീശ്വരിയാണ്. ഇതുപോലെ തന്നെ എൻ്റെ ശ്രീകാന്തിനും വലിയൊരു പണമുള്ള വീട്ടിലെ ഒരു പെണ്ണിനെ നോക്കി കല്യാണം കഴിക്കണം. എൻ്റെ ചന്ദ്രയെ നീ ഒന്ന് അടങ്ങിയിരിക്കേ, ആദ്യം ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെയല്ലേ ശ്രീകാന്തിൻ്റെ കല്യാണം. നമ്മുടെ ചന്ദ്രമതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ തന്നെ, വെപ്രാളം തന്നെ. ഒരു മകന് കോടീശ്വരിയെ കിട്ടിയപ്പോൾ അടുത്ത മകനും അതിനപ്പുറം കോടീശ്വരിയെ വേണമെന്നും പറഞ്ഞാണ് ഇങ്ങനെ നിൽക്കുന്നത്. പുള്ളിക്കാരത്തിക്ക് ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. നമ്മുടെ ദേവവും ശ്രീകാന്തും കൂടി തമ്മിൽ സംസാരിക്കുന്നതാണ് നമ്മുടെ ചന്ദ്രമതിക്ക് സഹിക്കാനേ പറ്റാത്തൊരു കാര്യമെന്ന് വെച്ചാൽ. അപ്പോൾ അതൊക്കെ നമുക്ക് പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിക്കാണെങ്കിൽ സഹിക്കുന്നില്ല. നമ്മുടെ ദേവവും ശ്രീകാന്തും കൂടി ഇങ്ങനെ മാല കൊണ്ടുവരുമ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ ചന്ദ്രമതി ആ മാല പിടിച്ചുറിച്ചുകൊണ്ട് പോയി അങ്ങ് വെക്കുകയാണ്. അതിനുശേഷം ചന്ദ്രമതി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഭാമയോട് പറയുന്നതാണ്, ഭാമേ, ഈ പറയും പോലെ എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ പെൺകുട്ടികളുള്ള അമ്മമാരുടെ നെഞ്ചിലാണ് തീയെന്നാണ്. ദേ 2 ആമക്കളെ പ്രസവിച്ചിട്ട് പോലും എനിക്കൊരു മനസ്സമാധാനമില്ല എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി. എന്നിട്ട് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രീകാന്തും നമ്മുടെ ദേവവും കൂടി തമ്മിൽ നിൽക്കുന്നത് കാണുന്നത്. അത് കാണുമ്പോഴുണ്ടല്ലോ ഒട്ടും സഹിക്കുന്നില്ല. അപ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതി ഭാമയോട് പറയണേ, എൻ്റെ ഭാമേ, ഇന്നിപ്പോൾ ശ്രുതിക്ക് കോടീശ്വരിയായ ഒരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് കിട്ടിയിരിക്കുകയാണ്. ഇനി എൻ്റെ ശ്രീകാന്തിനും കൂടെ അതുപോലെ പണമുള്ള വീട്ടിലെ ഒരു പെണ്ണിനെ തന്നെ കണ്ടുപിടിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഭാമ പറയാണ്, എൻ്റെ ചന്ദ്രേ, ആദ്യം ഈ വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ, അതിന് ശേഷം പോരെ നിനക്ക് ശ്രീകാന്തിനെ കെട്ടിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി നേരെ ചെന്നിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ തട്ടിക്കയറിയിട്ട് ചെന്നിട്ട് ചന്ദ്രമതി പറയാണ്, എന്താ നിങ്ങൾക്കിവിടെ കാര്യം? ഏത് നേരം നോക്കിയാലും രണ്ടുപേരും ഒരുമിച്ചാണല്ലോ, നിനക്കെന്താടാ വേറെ പണിയില്ലേ? നീ പോയി പെട്ടെന്ന് ചേട്ടനെ റെഡിയാക്ക്, എടി നീ പൊടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവുവിനെയും ആട്ടി ഓട്ടിച്ചു വിടുകയാണ് നമ്മുടെ ചന്ദ്രമതി. അതിനുശേഷം നമ്മുടെ ചന്ദ്രമതി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ രേവതിയെ കാണുകയാണ്. രേവതിയെ കാണുമ്പോൾ ചന്ദ്രമതിക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ നമ്മുടെ രേവതി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ഇങ്ങ് വിളിച്ചിട്ട് പറയണം, മോളെ, നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? നീ പെട്ടെന്ന് പോയി ശ്രുതിയെ റെഡിയാക്കി കൊണ്ടുപോവാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറയാണ്, അത് അച്ഛാ, ശ്രുതിയുടെ ഫ്രണ്ട് ഉണ്ടെങ്കിലും ആരുണ്ടെങ്കിലും മോളെപ്പോലെ ആവില്ലല്ലോ, മോള് വേഗം ചെല്ല് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി ചെന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഒരുങ്ങിയിട്ടില്ല. അങ്ങനെ രേവതി അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ശ്രുതി ഒരുങ്ങി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണ്. അതേസമയത്ത് അകത്ത് ശ്രുതിയും മീരയും ആണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് മരവിച്ച കണക്ക് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ മീര പറയുന്നുണ്ട്, എൻ്റെ ശ്രുതി, നീ ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? പെട്ടെന്ന് നീ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയേ, ആരെങ്കിലും വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇത്രയും നേരമായില്ലേ ഇതിനകത്ത് കയറിയിട്ട്, എന്ത് പറയും മറ്റുള്ളവരോട് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ ശ്രുതി പറയണം, ഇല്ല മീരെ, ഞാൻ ഡ്രസ്സ് മാറ്റുന്നില്ല, എനിക്ക് ഒരു സമാധാനവും ഇല്ല, എനിക്ക് ശ്രുതിയുടെ ആറ്റിറ്റ്യൂഡ് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഡ്രസ്സ് മാറാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരേ വാശിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ ഡോറിൽ ഇങ്ങനെ തട്ടിയിട്ട് വിളിക്കുകയാണ്, ശ്രുതി ഡ്രസ്സ് ചേഞ്ച് ചെയ്തോ, ഒരുങ്ങിയോ, റെഡി ആയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പക്ഷെ അവർ മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ ആ സമയത്തിന് നോക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതിയും ഭാമയും കൂടി അങ്ങോട്ടേക്ക് കയറി വരികയാണ്. അപ്പോൾ ചന്ദ്രമതിക്കാണെങ്കിൽ ഹാലിളവാണ് നമ്മുടെ രേവതിയെ കണ്ടിട്ട്. അപ്പോൾ ചന്ദ്രമതി പറയാണ്, ഇവക്കെന്താ ഇവിടെ കാര്യം, ഇവളെന്താ ഇവിടെ നിൽക്കുന്നത് എന്നിങ്ങനെ ഭാമയോട് ചോദിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ചന്ദ്രമതി നേരെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് രേവതിയോട് ചോദിക്കണം, നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? അത് അമ്മ പുതുപ്പെണ്ണിനെ കൊണ്ടുവരാൻ. നീയാണോ പുതുപ്പെണ്ണിനെ കൊണ്ടുവരുന്നത്? നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്. നിനക്കെന്താണ് ഇവിടെ കാര്യം? അപശകുനം പിടിച്ച നീയാണോ ഇതൊക്കെ ചെയ്യേണ്ടത്? നിന്റെ നിഴല് പോലും എൻ്റെ മരുമകളുടെ പരിസരത്ത് വന്നേക്കരുത്, മനസ്സിലായോ? രാശി കെട്ടവളെ, ഇറങ്ങിപ്പോടി എന്നിങ്ങനെ പറയാണ് രേവതി. അപ്പോഴും അമ്മ എന്നിങ്ങനെ വിളിച്ചിട്ട് കരയാണ് രേവതി. അപ്പോൾ പറയണേ, പോവാനല്ലേടി പറഞ്ഞത്, പോ. അപ്പോൾ തന്നെ നമ്മുടെ രേവതി കരഞ്ഞോണ്ട് ഇങ്ങനെ ഇറങ്ങി അങ്ങ് പോവുകയാണ് നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഭാമ പറയുകയാണ്, ഈ ചന്ദ്രമതി പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മുടെ ശ്രുതിയും മീരയും കേട്ടോണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭാമ ചോദിക്കുകയാണ്, എന്തിനാ ചന്ദ്ര നീ എപ്പോഴും അതിനെ ഇങ്ങനെ വഴക്ക് പറയുന്നത്?
എന്തിനാ നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ എപ്പോഴും രേവതിയോട് വഴക്കിന് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വഴക്ക് കൊടുക്കുകയാണ് നമ്മുടെ ഭാമ. അപ്പോൾ ഉടനെ നമ്മുടെ ചന്ദ്ര പറയുകയാണ്, ഭാമേ, ഇവളെയൊക്കെ നിയന്ത്രിക്കാതെ ഇങ്ങനെ ഇട്ടാലുണ്ടല്ലോ ശരിയാവില്ല. എപ്പോഴും ഇവളെയൊക്കെ ഒരു കടിഞ്ഞാണേ നമ്മുടെ കയ്യിൽ തന്നെ വേണം, അല്ലെങ്കിൽ ഇവളൊക്കെ തലയിൽ കയറുന്ന ഇനങ്ങളാണ്. കണ്ടില്ലേ തള്ളച്ചി അവിടെ വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി ചെന്നിട്ട് ആ കതവിൽ തട്ടി വിളിക്കണം, മോളെ ശ്രുതി, മോളെ ശ്രുതി, കതവ് തുറക്ക് മോളെ, പൊന്നു മോളല്ലേ, കതവ് തുറക്ക്, അമ്മയുടെ പൊന്നാരിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സുഖപ്പേര് വിളിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. അപ്പോഴത്തേക്ക് ശ്രുതി ആണെങ്കിലുണ്ടല്ലോ കഥകൊന്നും തുറക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മീര പറയണേ, എൻ്റെ ശ്രുതി നീ ഒന്ന് കതവ് തുറക്ക്, ഇതേ കിടന്ന് വിളിക്കുന്നത് കണ്ടില്ലേ, നീ ഇങ്ങനെ എത്ര കുറ്റി അടിച്ച് കണക്ക് നിന്നിട്ടും കാര്യമൊന്നുമില്ല, കതവ് തുറന്നേ പറ്റൂ, അല്ലാതിരുന്ന അവരോട് എന്ത് സമാധാനം പറയും. അങ്ങനെ നമ്മുടെ ശ്രുതി പറയണേ, മീരെ എനിക്ക് പേടിയാവുന്നു, ഒന്നുമില്ല നീ പോയി ഒന്ന് കതവ് തുറന്നേ. അങ്ങനെ നമ്മുടെ ശ്രുതി ചെല്ലുകയാണ്, ചെന്നിട്ട് കതവ് തുറക്കുകയാണ്. കതവ് തുറക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ നോക്കുകയാണ്, ഇങ്ങനെ നോക്കിയിട്ട് വയ്ക്കുകയാണ്, എന്താ മോളെ നീ ഇതുവരെയായിട്ട് ഡ്രസ്സൊന്നും മാറിയില്ലേ, മുഹൂർത്തം എടുത്തല്ലോ, നീ ഇത്ര നേരം ഇതിനകത്ത് എന്തെടുക്കുകയായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണ, അത് പിന്നെ ആൻറ്റി, അത് പെട്ടെന്ന് കൊള്ളത്തരത്തിന് യാതൊരു ഇത് പഞ്ഞവും ഇല്ലല്ലോ ശ്രുതിയുടെ കയ്യിൽ, അപ്പോഴും സ്റ്റോക്ക് വരുമല്ലോ. അപ്പോൾ തന്നെ നമ്മുടെ ശ്രുതി പറയണ, അത് ആൻറ്റി എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എന്നെ വിഷ് ചെയ്യാനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അവരോട് സംസാരിച്ചിട്ട് ഇരുന്നപ്പോഴത്തേക്ക് സമയം കിട്ടിയില്ല എന്ന് പറയണ. അപ്പോൾ ചന്ദ്രമതി പറയണ, അയ്യോ മോളെ, ഇനി ആര് വിളിച്ചാലും മോളെ ഇനി തൽക്കാലം കുറേ നേരത്തേക്കൊന്നും ഫോൺ എടുക്കണ്ട, മോളൊരു കാര്യം ചെയ്യും, പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി സുന്ദരിയായിട്ട് താഴേക്ക് വരിക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി അങ്ങ് പോവുകയാണ്. ചന്ദ്രമതി ഇറങ്ങി പോവുകയാണ്. അതേസമയത്ത് നമ്മുടെ രേവതി ആണെങ്കിൽ സങ്കടപ്പെട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് ചോദിക്കണം, മോളിത് എങ്ങോട്ട് പോവുക, മോളെടുത്ത് ഞാനല്ലേ പറഞ്ഞത് ശ്രുതിയുടെ അടുത്ത് പോയി നിൽക്കാൻ, എന്നിട്ട് മോളെന്താ ഇങ്ങ് പോകുന്നത്? അത് അച്ഛാ, പിന്നെ അവിടെ അമ്മ നിൽപ്പുണ്ട് അച്ഛാ. ചന്ദ്രയാണോ അവിടെ നിൽക്കേണ്ടത്, മോളല്ലേ അവിടെ നിൽക്കേണ്ടത്, നിങ്ങളല്ലേ ഒരേ പ്രായക്കാർ എന്നിങ്ങനെ പറയണ. അത് കുഴപ്പമില്ല അച്ഛാ, അമ്മ അവിടെ നിൽക്കുമല്ലേ. ചന്ദ്ര നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല, ചന്ദ്രയെ കൊണ്ട് വല്ലതിനും കൊള്ളോ, വെറുതെ ഇരുന്ന് ഓരോരോ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കാൻ മാത്രമല്ലേ അവളെ കൊണ്ട് കൊള്ളാവൂ, മോൾ അങ്ങോട്ട് ചെല്ലേ, സാരമില്ല അച്ഛാ, ശ്രുതി അമ്മ കൊണ്ടുവന്നോളും എന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊന്നും രേവതി നമ്മുടെ ശ്രുതിയോട് രവീന്ദ്രനോട് പറയുന്നില്ല. എന്നിട്ട് നമ്മുടെ രേവതി അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് രേവതിയുടെ ഫോണിൽ ബെല്ലടിക്കുകയാണ്, മറ്റാരുമല്ല നമ്മുടെ ശ്രുതിയുടെ അമ്മ വിമലമ്മയാണ് വിളിക്കുന്നത്. അപ്പോൾ ചോദിക്കുകയാണ്, ആഹാ ആൻറ്റി ഇതിപ്പോൾ ഈ സമയത്ത് വിളിച്ചത്? മോളെ, അവർക്ക് നല്ല സങ്കടം വരികയാണ്, അവരിങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ അവർ പറയണേ, മോളെ അവിടെ എന്തായി, കല്യാണമൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇല്ല, മുഹൂർത്തമൊക്കെ ആവുന്നതേ ഉള്ളൂ. പെണ്ണൊരുങ്ങിയോ മോളെ? പെണ്ണവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആൻറ്റി. വിവാഹത്തിന് എന്താ ആൻറ്റി വരാഞ്ഞത്? ഞാൻ ആൻറ്റിയെ പ്രത്യേകം വിളിച്ചതായിരുന്നല്ലോ. അത് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കല്യാണിയോ? അല്ല മോളെ, കല്യാണത്തിന് വരണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. കല്യാണത്തിന് വരണ്ടെന്ന് ആരാ പറഞ്ഞത്? ആൻറ്റിയോട് ആരാ പറഞ്ഞത് അങ്ങനെ വരണ്ടെന്ന്? അല്ല മോളെ, എൻ്റെ മോള് പറഞ്ഞു വരണ്ടെന്ന്. ആദിക്ക് സ്കൂളുള്ളതല്ലേ, അതുകൊണ്ട് വരണ്ടെന്ന് എൻ്റെ മോള് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. ഓ അങ്ങനെ. മോളെ, കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ അവിടെ? കല്യാണത്തിന് തടസ്സങ്ങളൊന്നുമില്ലല്ലോ? തടസ്സമോ? എന്ത് തടസ്സം? അല്ല മോളെ, അവിടെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ആൻറ്റി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവിടെ എന്ത് കുഴപ്പം? ഇവിടെ ഒരു കുഴപ്പമില്ല ആൻറ്റി. ഇല്ലേ? പിന്നെന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല മോളെ, മോള് പറഞ്ഞായിരുന്നല്ലോ പെൺകുട്ടിക്ക് ബന്ധുക്കളായിട്ട് ആരും ഇല്ലെന്ന് മോള് പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ വല്ല കുഴപ്പവും കുറവും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല ആൻറ്റി, അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ വിമലമ്മ ചോദിക്കുകയാണ്, ഞാൻ ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ പോയി വിവാഹ പെണ്ണിൻ്റെ പേരിലൊക്കെ അർച്ചനയൊക്കെ നടത്തി വഴിപാടുകളൊക്കെ നടത്തിയിട്ടാണ് വന്നത്. ആഹാ, ആൻറ്റിയുടേത് ഇത് ഇത്ര നല്ല മനസ്സാണ്. ആൻറ്റിയുടെ ആരും അല്ലാതിരുന്നിട്ട് ആൻറ്റി ശരിക്കും കണ്ടിട്ട് കൂടി ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടാണല്ലോ ആൻറ്റി ഇങ്ങനെയൊക്കെ ചെയ്തത്. ഈ പറയുന്ന ശ്രുതിക്കാണെങ്കിൽ അച്ഛനേ ഉള്ളൂ, അച്ഛൻ മലേഷ്യയിലാണ്, പിന്നെ അമ്മ ഉണ്ടായിരുന്നത് മരിച്ചുപോയി. അതുകൊണ്ട് അമ്മ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ആ കുട്ടിക്ക് ഉണ്ടാവും. എന്തായാലും ആൻറ്റിക്ക് അത് ചെയ്യാൻ തോന്നിയല്ലോ. എനിക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ ആൻറ്റി, എനിക്കിപ്പോൾ തോന്നുകയാണ് ആൻറ്റി എൻ്റെ അമ്മായിയമ്മ ആയിരുന്നെങ്കിൽ എങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ശ്രുതിയുടെ അമ്മ പേടിച്ചു പോവുകയാണ്. അവർ ചോദിക്കണം, അയ്യോ മോളെ അമ്മായിയമ്മ കുഴപ്പക്കാരിയാണോ?
ഭയങ്കരമാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയണ, ഓ അതേക്കുറിച്ചൊന്നും പറയാതിരിക്കുക നല്ലത്, അതൊക്കെ നമുക്ക് ഇനി ഒരു സമയത്ത് വിളിക്കുമ്പോൾ പറയാം ആൻറ്റി, അതേക്കുറിച്ചൊന്നും പറഞ്ഞാൽ ഇന്നൊന്നും തീരില്ല എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം രേവതി സുഖവിവരങ്ങളൊക്കെ ആദിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിമലമ്മയ്ക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. ശ്രുതിയുടെ കാര്യം ഓർത്തിട്ട് നമ്മുടെ വിമലമ്മയ്ക്ക് നല്ല സങ്കടം വരുവാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമോ എന്നൊന്നും അറിയാത്ത ആ ഒരു വിഷമത്തിൽ, ഇനി ശ്രുതിക്ക് കല്യാണം മുടങ്ങോ എന്നൊന്നും അറിയാത്ത ആ ഒരു ടെൻഷനിൽ നമ്മുടെ വിമലമ്മ ഇരിക്കുകയാണ്. അതേസമയത്ത് നമ്മുടെ സച്ചിയുടെ കാറിൽ ഇങ്ങനെ പോവുകയാണ് ആരാണ് നമ്മുടെ നവീൻ സച്ചിയുടെ കാറിൽ പോവുകയാണ്. പുള്ളിക്കാരൻ കാറിൽ ഇരുന്നിട്ട് പുള്ളിക്കാരൻ്റെ ഗ്യാങ്ങിനെയൊക്കെ ഫോണിൽ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ അവളെയും കൊണ്ട് വരും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആ ലോഡ്ജ് ഉണ്ടല്ലോ, അന്ന് ഞാൻ ആ ലോഡ്ജ് ബുക്ക് ചെയ്യണ്ട, അന്ന് ആ ലോഡ്ജിൽ വെച്ചല്ലായിരുന്നോ ആകെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഇനി ആ ലോഡ്ജ് വേണ്ട, വേറെ ഏതെങ്കിലും ലോഡ്ജ് ബുക്ക് ചെയ്യാനൊക്കെ പറയുകയാണ്. നമ്മുടെ സച്ചി തിരിഞ്ഞ് ഇടയ്ക്ക് അയാളെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ അതൊന്നും കാണുന്നില്ല. അങ്ങനെ പുള്ളിയാണെങ്കിൽ ഇങ്ങനെ വണ്ടി വിട്ടങ്ങ് പോവുകയാണ്. അതേസമയം നവീൻ അവിടെ ഇരുന്ന് ഓരോരുത്തരുടെ ഫോണിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് നമ്മുടെ ശ്രുതി ഒരുങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മുടെ മീര പറയാണ്, ഇനി നീ ഇങ്ങനെ ഒരുങ്ങാതിരുന്നിട്ട് ഒരു കാര്യമില്ല, പെട്ടെന്ന് നീ ഒരുങ്ങാൻ പറയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയണേ, ഇല്ല മീരെ, ഞാൻ ഒരുങ്ങില്ല, ഞാൻ അണിഞ്ഞൊരുങ്ങി ഇറങ്ങുമ്പോഴത്തേക്ക് ശ്രുതി ഒരുങ്ങാതെയൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ശ്രുതി അവിടെ ഉണ്ടാകുന്നത് തന്നെ അറിയാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ അവസ്ഥ എന്തരാവും എന്നൊക്കെ ഇങ്ങനെ പറയണം. ഭയങ്കര ആശയക്കുഴപ്പത്തിലാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ നമ്മുടെ മീര പറയണേ, എടി ഇങ്ങനെയൊന്നും നിന്നിട്ട് ഇനി ഒരു കാര്യമില്ല, എന്തായാലും ഇപ്പോൾ സുധിയുടെ അമ്മയല്ലേ ഇപ്പം വന്നിട്ട് പോയത്, അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് സുധി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ. എന്തായാലും ഇപ്പോൾ നീയായിട്ടുള്ള വിവാഹം വേണ്ടാന്ന് അവൻ വെക്കുകയായിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ സുധിയുടെ അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞേനെ. എന്തായാലും ഈ സമയം വരെ പറഞ്ഞിട്ടില്ലല്ലോ. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സുധി വിവാഹത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ്. നീ പെട്ടെന്ന് റെഡിയായേ എന്ന് പറയുകയാണ് നമ്മുടെ ശ്രുതി. അങ്ങനെ അവർ നമ്മുടെ ശ്രുതിയെ ഇങ്ങനെ പെട്ടെന്ന് രണ്ടുപേരും കൂടി മേക്കപ്പൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുകയാണ്. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ശ്രുതി ഒരുങ്ങി നമ്മുടെ ശ്രുതി നല്ല സുന്ദരിയായിട്ടൊക്കെ ഇറങ്ങി വരികയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഇങ്ങനെ സുന്ദരിയായിട്ട് ഇറങ്ങിയൊക്കെ വരുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ശ്രുതിയെ കാണുകയാണ്. ശ്രുതിയെ കാണുമ്പോഴത്തേക്ക് ശ്രുതി പറയാണ്, നോക്ക് മീരെ, ശ്രുതി നിൽക്കുന്നത് നോക്കിയാൽ ശ്രുതി നല്ല ദേഷ്യത്തിലാണല്ലോ ശ്രുതിയുടെ മുഖമൊക്കെ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരികയാണ്. ശ്രീകാന്ത് വന്നിട്ട് പറയണേ, ഏട്ടാ മുഹൂർത്തം തുടങ്ങാറായി, ഏട്ടാ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്, അങ്ങോട്ട് വാ എന്നിങ്ങനെ പറയണം. അപ്പോൾ ശ്രീകാന്തിനോട് നമ്മുടെ ശ്രുതി പറയുകയാണ്, നീ ചെല്ല്, ഞാൻ പിന്നെ അങ്ങോട്ട് വന്നേക്കാം എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതിയോട്, ഏട്ടാ ഇതിനു മുമ്പ് നല്ല ഹാപ്പി ആയിട്ട് നിന്നേണല്ലോ, ഇപ്പോൾ എന്താ ഏട്ടൻ്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നത്? ഒന്നുമില്ലടാ, ചെറിയൊരു തലവേദന. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഇങ്ങനെ ശ്രുതിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം മീരയോട് പറയണേ, മീരെ കണ്ടില്ലേ ശ്രുതി നിൽക്കുന്നത് കണ്ടില്ലേ, ശ്രുതി നേരത്തെ പോലൊന്നുമല്ല, ശ്രുതിയുടെ മുഖത്ത് നല്ല ദേഷ്യമുണ്ട്, എന്നെ കണ്ടിട്ടൊന്ന് ചിരിക്കുകയോ മുഖം തരികയോ പോലും ചെയ്യുന്നില്ല, ഞാൻ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇനി ഇങ്ങനെ നിൽക്കണോ അതേ ഇനി വീട്ടിൽ പോകണോ, ഇനി എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ നമ്മുടെ മീര പറയണേ, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മണ്ടത്തരം കാണിക്കല്ലേ എന്ന്, ശ്രുതി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്നൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നീയല്ലേ ഈ ആവശ്യമില്ലാത്ത വേലയ്ക്കൊക്കെ പോയത് എന്നിങ്ങനെ മീര ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, എന്നാലും കുഴപ്പമില്ല, ഇപ്പോൾ എനിക്ക് മനസ്സമാധാനമുണ്ട്, ഞാനത് ശ്രുതിയോടെങ്കിലും തുറന്നു പറഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്, ഇനി വിവാഹം നടന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നിങ്ങനെ പറയുകയാണ്. ഇതിൻ്റെ പേരിൽ എന്ത് നഷ്ടങ്ങളൊക്കെ വന്നാലും ഞാനതങ്ങ് ഉൾക്കൊള്ളും എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ശ്രുതി പറയണേ, എനിക്ക് എന്തായാലും ശ്രുതിയോടൊന്ന് സംസാരിക്കണം, എന്തായാലും അവൻ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്ന് എനിക്ക് അറിയണം, അതിനുശേഷമേ വിവാഹ മണ്ഡപത്തിലോട്ട് വരുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നമ്മുടെ ശ്രുതിയാണെങ്കിൽ മുഖം കൊടുക്കുന്നില്ല, മുഖമൊക്കെ ഇങ്ങനെ ഏറ്റുപിടിച്ചിരിക്കുകയാണ് ദേഷ്യം വന്ന്. അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്, ശ്രുതി നീ എന്നോട് പിണക്കത്തിലാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്താ എന്നോട് മിണ്ടാത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ശ്രുതി, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? അപ്പോൾ ശ്രുതി പറയണം, പിന്നില്ലാതെ, മുഖം കണ്ടാൽ അറിഞ്ഞൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി അങ്ങ് വല്ലാണ്ടാവുകയാണ്. ശ്രുതി പറയണ്, ഞാൻ നിന്നിൽ നിന്നും ഇത് ഒളിച്ചു വെക്കാൻ പാടില്ലായിരുന്നു, എനിക്ക് നിന്നിൽ നിന്നും ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ആ സത്യങ്ങളൊക്കെ നിന്നോട് തുറന്നു പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ്. ശ്രുതി മുഖം ഇത്രയുണ്ട്, കലം കെട്ടി വെച്ചാണൊക്കെ ഇരിക്കുകയാണ് ശ്രുതിയുടെ മുഖം.
ശ്രുതി എന്തൊക്കെ പറഞ്ഞിട്ടും ശ്രുതി മൈൻഡ് ചെയ്യുന്നില്ല. ശ്രുതി ഭയങ്കര ദേഷ്യത്തിലാണ്. അങ്ങനെ ശ്രുതി പറയുകയാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ അറിയണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, അതാ ഞാൻ അതൊക്കെ നിന്നോട് പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, നീ നിൻ്റെ എന്ത് കാര്യത്തെ പറ്റിയാണ് ഈ പറയുന്നത്? കുറേ നേരം കൊണ്ട് പറയുന്നുണ്ടല്ലോ, ഇന്ന് നമ്മുടെ വിവാഹമല്ലേ, നിനക്കെന്താ അമ്ലേഷ്യ ബാധിച്ചോ, നിനക്കെന്താ അൾഷിമേഷ്യസോ, നിനക്കെന്താ മറവി രോഗമോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യപ്പെടുകയാണ്. ശ്രുതി ചോദിക്കുകയാണ്, നീ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ എന്ത് കാര്യം എന്നോട് പറഞ്ഞു എന്നായി പറയുന്നത്? അത് ഞാൻ ഫോൺ വിളിച്ച് ശ്രുതിയോട് എല്ലാ കാര്യവും പറഞ്ഞില്ലായിരുന്നോ? നീ എന്ത് കാര്യമാണ് ഫോൺ വിളിച്ച് എന്നോട് പറഞ്ഞത്? ഞാൻ നിൻ്റെ അടുത്ത് ഫോൺ വിളിച്ചു, ഒന്ന് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നീ എപ്പോഴാണ് വിളിച്ചത്? ഞാൻ ശ്രുതിയോട് കുറേ നേരം സംസാരിച്ചായിരുന്നല്ലോ. എന്നോട് നീ സംസാരിച്ചെങ്കിലേ അത് നീ എന്നോടല്ല സംസാരിച്ചത്, പിന്നെ ആരോടാ? ശ്രുതിയുടെ നമ്പറിലേക്കാണല്ലോ ഞാൻ വിളിച്ചത്. അപ്പോൾ ശ്രുതി നടന്ന കാര്യങ്ങൾ പറയുകയാണ്. ശ്രുതിയുടെ കോള് വരുമ്പോൾ ആ കോളും കൊണ്ട് ശ്രുതി ഒരിടത്ത് ഒഴിഞ്ഞു മാറി നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ രവീന്ദ്രൻ വരികയാണ്. രവീന്ദ്രൻ വന്നിട്ട് ചോദിക്കുകയാണ്, എടാ വിവാഹത്തിന് സമയമായല്ലോ, ഈ മുഹൂർത്തത്തിന് സമയത്ത് നീ ഇവിടെ ആരുടെ കൂടെയാണ് ഫോണിൽ സംസാരിക്കുന്നത്? അതച്ഛ ശ്രുതിയുടെ കൂടെയാണ്. ശ്രുതിയുടെ കൂടെ സംസാരിക്കുന്നതൊക്കെ പിന്നീട്, ഇനിയിപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷമൊക്കെ സംസാരിച്ചാൽ മതി. ശ്രുതിക്ക് എന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള സംസാരിപ്പ് മതി, നീ വേഗം വാ. വേണ്ട, ഇനി നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ ശ്രുതിയുടെ ഫോൺ വാങ്ങിച്ച് രവീന്ദ്രൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗിനകത്ത് വെക്കുകയാണ്. വച്ചിട്ട് പറയണം, ഇനി നീ ഫോൺ ഇപ്പോൾ ഉപയോഗിക്കേണ്ട, ഇത് കയ്യിലിരിക്കുമ്പോഴല്ലേ നിനക്ക് സംസാരിക്കാൻ തോന്നുന്നത്. അപ്പോൾ ശ്രുതി പറയാണ്, എനിക്ക് ഫോൺ ഇല്ലാതെ പറ്റില്ല, എൻ്റെ ഫോൺ ഇങ്ങത്താ. നിൻ്റെ ഫോണെ ഞാൻ തിന്നത്തൊന്നുമില്ല, പിന്നീട് കല്യാണം കഴിഞ്ഞതിന് ശേഷം തരാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ വാങ്ങിച്ച് വയ്ക്കുകയാണ്. പിന്നെ എന്നിട്ട് ശ്രുതി പറയാണ്, പിന്നീട് ഈ സമയം വരെ എനിക്ക് ഫോൺ കിട്ടിയിട്ടില്ല, ഞാൻ അതിൻ്റെ ടെൻഷനിലായിരുന്നു, ഫോൺ ഇല്ലാണ്ട് എനിക്ക് ഒരു നിമിഷം പോലും പറ്റില്ല എന്നിങ്ങനെ ശ്രുതി പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ മീരയ്ക്ക് ആശ്വാസമാവുകയാണ്. എങ്കിലും മീര മനസ്സിൽ പറയണേ, ഈശ്വര, അപ്പോൾ എല്ലാ കാര്യവും ഞാൻ സംസാരിച്ചത് ശ്രുതിയുടെ അച്ഛനോടായിരുന്നു, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ശ്രുതി. അതിനുശേഷം ശ്രുതി പറയാണ്, അതല്ല, ഞാൻ എന്നാ നീയാണെന്ന് വിചാരിച്ച് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ നിൻ്റെ അച്ഛനോടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, ആ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നീ അറിയണം, നീ അറിഞ്ഞേ പറ്റൂ എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ കാര്യങ്ങളും നീ അറിയണം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, നിൻ്റെ എന്ത് കാര്യമാണ് നിനക്ക് പറയാനുള്ളത് എന്നിങ്ങനെ പറയണം. അപ്പോൾ ശ്രുതി അത് പറയാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴത്തേക്ക് ഒരു വിളി വരികയാണ്, ആഹാ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നോ? അവിടെ മുഹൂർത്തമായതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? നോക്കുമ്പോൾ നമ്മുടെ അച്ചമ്മയാണ്. ഒരു രക്ഷയില്ല, അച്ചമ്മ രണ്ടുപേരെയും കൂച്ചുവിലങ്ങിട്ട് കൊണ്ടുപോവുകയാണ്. അച്ചമ്മ പറയണം, ഇനി ഇവിടെ നിന്ന് സംസാരിക്കേണ്ട, മുഹൂർത്തമൊക്കെ ആയിട്ടുണ്ട്, ഇനി കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സംസാരിക്കാതിരിക്കുകയോ എന്ത് വേണേലായിക്കോ, പക്ഷേ ഇപ്പം അത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ രണ്ടാളെയും കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവരെയും കൂട്ടി അങ്ങോട്ട് നടന്നുകൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി കാണുകയാണ്. രേവതിയുടെ അമ്മ ലക്ഷ്മി അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. എന്നിട്ട് പറയണ, ആഹാ മോളെ ശ്രുതി, നീ ഒരുങ്ങിയിട്ട് നന്നായിട്ടുണ്ട്, നേരത്തെ കാണുന്നതിനേക്കാളും സുന്ദരിയായിട്ടുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അതിന് ശേഷം ലക്ഷ്മി ചോദിക്കുകയാണ്, അല്ല മോളെ ശ്രുതി, നിൻ്റെ അച്ഛനെ വിളിച്ച് നീ അനുഗ്രഹം മേടിച്ചായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി ആകെ പെട്ടു. അപ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്മി പറയണം, ഇപ്പം തന്നെ വിളിക്കും മോളെ, വീഡിയോ കോളിൽ വിളിക്കുക, അച്ഛൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്നത് ശരിയല്ല, വിവാഹമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്, അത് മുതിർന്നവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി തന്നെ നടക്കണം, നീ നിൻ്റെ അച്ഛനെ വിളിച്ചിട്ട് ഇപ്പം തന്നെ സംസാരിക്കുക, വീഡിയോ കോളിൽ വിളിക്കും മോളെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ശ്രുതി പെട്ടു. അപ്പോൾ കാരണം നമ്മുടെ അച്ഛമ്മയും ഒപ്പമുണ്ട്, ശ്രുതിയും ഒപ്പമുണ്ട്. അപ്പോൾ ശ്രുതി ഇനി എങ്ങനെ ഇതിൽ നിന്നും രക്ഷപ്പെടും എന്നുള്ള ചിന്തയിലാണ് നമ്മുടെ ശ്രുതി. പെട്ടെന്ന് നമ്മുടെ ചന്ദ്രമതി കുറച്ചപ്പുറത്തോട്ട് മാറി നിൽക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ശ്രുതിയുടെ പേര് മാറിപ്പോണു. അങ്ങനെ നമ്മുടെ ശ്രുതി എന്ത് ചെയ്തെന്നോ, കള്ളക്കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ട് കരഞ്ഞോണ്ട് ഒറ്റൊരോട്ടം ചെന്ന് നമ്മുടെ ചന്ദ്രമതിയെ ചെന്നിട്ട് കെട്ടി അങ്ങ് പിടിക്കുകയാണ്. അമ്മേ എന്ന് പറഞ്ഞ്. എന്നേരം ചോദിക്കണം, ആൻറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചോദിക്കണം, എന്താ മോളെ, എന്താ പറ്റി, എന്തിനാണ് നീ കരയുന്നത് എന്നിങ്ങനെ ചോദിക്കണം. ആൻറ്റി, എൻ്റെ ഡാഡിയെ വിളിച്ച് അനുഗ്രഹം മേടിക്കാതെ ഈ കല്യാണം നടക്കില്ലെങ്കിൽ എനിക്ക് ഈ കല്യാണം വേണ്ട ആൻറ്റി, ഞാൻ പോയേക്കാം, ശ്രുതിക്ക് നല്ല ബന്ധങ്ങൾ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചോ എന്നുള്ള നമ്മുടെ അവസാനത്തെ പൂഴിക്കടക്കൻ അടവൊക്കെ എടുക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പം നമ്മുടെ ചന്ദ്രമതി പറയാണ്, എന്താ മോളെ നീ പറയുന്നത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. നിന്നെ ആരാ ഇതൊക്കെ ചോദിച്ച് വിഷമിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്രമതി. അപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴത്തേക്ക് ലക്ഷ്മിയെ നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുകയാണ്, എന്തുണ്ടെങ്കിലും ആൻറ്റിയോട് പറയ് എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ ശ്രുതി പറയാണ്, അമ്മേ. അപ്പോൾ ഉടനെ ചന്ദ്രമതി ചോദിക്കുകയാണ്, ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞ് വിഷമിപ്പിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഉടനെ നമ്മുടെ ശ്രുതി പറയണത്, അവർ തന്നെ, അല്ലാതെ ആരാ എന്നിങ്ങനെ ലക്ഷ്മിയെ നോക്കിയിട്ട് പറയുകയാണ്. നമ്മുടെ
ലക്ഷ്മിയുടെ അടുത്തേക്ക് പാഞ്ഞുകൊണ്ട് വരികയാണ് നമ്മുടെ ചന്ദ്രമതി. ഇത് നമ്മുടെ രേവതി കാണുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി അന്തം വിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ ചന്ദ്രമതി ആകെ കലിപ്പിലാണ്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇനി നമ്മുടെ ലക്ഷ്മിയെ ഇടിച്ച് പഞ്ചറാക്കോ, ഇനി ലക്ഷ്മിയെ തൂക്കിയെടുത്ത് ദൂരെ കുളത്തിലേക്ക് എറിയോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നു. ഇനി എന്താണ് ഇന്നത്തെ റിവ്യൂ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യാതെ പോകരുത്. തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. കമൻറ്റ് വരുന്നില്ല. കമൻറ്റ് ഇടയ്ക്ക് വെച്ച് തുരുതുരാ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കമൻറ്റൊന്നും വരുന്നില്ല. അപ്പോൾ എന്തായാലും കമൻറ്റൊക്കെ ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും